ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ ബീച്ചിൽ പോണതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പോണത് പുത്തൻതോട് ബീച്ചിലോട്ടാണ് പോണത്. മുണ്ടംവേലി കേട്ടിട്ടുണ്ടാവില്ല, റീൽസിലൊക്കെ ഇപ്പം നല്ല ഫേമസ് ആയിട്ടുള്ള ബീച്ചാണിത്. ഏകദേശം ഞങ്ങളൊരു ഉച്ച ടൈമിലാണ് പോണത്. എന്നുവെച്ചാൽ വൈകിട്ട് നേരങ്ങളൊക്കെ മഴയാണ്. അപ്പോൾ ഇത് സൺഡേ കൂടെയാണ്. അപ്പോൾ വൈകിട്ടാകുമ്പോൾ നല്ല തിരക്കുണ്ടാവും അത്യാവശ്യം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ബീച്ചിലെത്തിയായിരുന്നു. ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ബീച്ചിലെത്തി. അമ്മൂസ് ബീച്ചിൽ പോകണമെന്ന് കുറേ നാളായി പറയണം. അപ്പോൾ എന്തായാലും അവളെ കൊണ്ടേക്കാന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തിരമാലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ എടുക്കണം, എനിക്ക് കളിക്കണം, കുളിക്കണം എന്നൊക്കെ ഓൾറെഡി പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടാണ് പോണത് ആള്. അതുകൊണ്ട് ഓൾറെഡി ഡ്രസ്സും പിന്നെ ടോയ്സ് ഇല്ലേ, നമ്മൾ ബീച്ചിൽ കളിക്കുന്ന ടോയ്സ്, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ എറണാകുളത്ത് വരുവാണെങ്കിൽ ഈ ബീച്ച് എന്തായാലും മസ്റ്റായിട്ട് കാണണം കേട്ടോ വരുന്നവർ. എന്ന് വെച്ചാൽ അത്ര അടിപൊളി ബീച്ചാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ. സാധാരണ ബീച്ചിലൊക്കെ നമ്മുടെ ഇവിടെ വേറെ ബീച്ചുകളുണ്ടെങ്കിലും അതൊക്കെ കലക്ക വെള്ളമാണ്. അത്യാവശ്യം ഇവിടെ നമ്മൾ തിരക്കുകളും അധികം ഉണ്ടാവില്ല, കുറച്ച് തിരക്കുണ്ടാവുള്ളൂ. സൺഡേ സാറ്റർഡേ നല്ല തിരക്കുണ്ടാവും, ബാക്കി ടൈമിലൊക്കെ ഇവിടെ തിരക്ക് കുറവായിരിക്കും. അപ്പം മാക്സിമം വരാത്ത എല്ലാവരും ഇവിടെ വന്ന് കണ്ടു നോക്കോട്ടെ. എറണാകുളത്തുള്ളവർക്ക് വരാൻ പെട്ടെന്ന് അടുത്തായിരിക്കും. അപ്പം അധികം തിരക്ക് ഒന്നും വേണ്ടാന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ബീച്ചിലോട്ട് വന്നാൽ മതി. അപ്പം അമ്മൂന് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നിട്ട് നമുക്ക് കളിക്കാന്ന് പറഞ്ഞു. വെച്ചാൽ മുന്നിൽ നല്ല തിരമാല ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ടോയ്സൊക്കെ പോകുമല്ലോ വെള്ളത്തിലോട്ട്. അപ്പം ഞങ്ങളെ പറഞ്ഞ് പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നപ്പോഴേക്കും അമ്മൂസ് കളിപ്പാട്ടങ്ങളൊക്കെ താഴെ ഇട്ട് ഏകദേശം സെറ്റാക്കണുണ്ടായിരുന്നു. മണ്ണിൽ കളിക്കുന്നതിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ വീട്ടിലൊന്നും നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പം മണ്ണൊന്നും അങ്ങനെ ഇല്ലല്ലോ. ബീച്ച് അങ്ങനെയൊക്കെ പോയാലാണ് നമുക്കിപ്പോൾ മണ്ണ് കാര്യങ്ങളൊക്കെ എടുത്ത് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ഞാനവിടെ കൂടി ഇരുന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷേ അവർക്ക് കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് വെയിലൊന്നും ഒരു കുഴപ്പമില്ല. എന്നല്ല അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കേണ്ട കണ്ട വെള്ളത്തിൽ കളിപ്പാട്ടൊക്കെ പോണേണ്. അപ്പം നല്ല വെള്ളമൊക്കെ കണ്ടാവും, നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ എനിക്ക് മതിയായിട്ടാ, എനിക്ക് കുറച്ച് നേരത്തേനും മതിയായി. നല്ല വെയിലായിരുന്നു. ഇവർക്കൊക്കെ തൊപ്പി ഉണ്ടായിരുന്നു, എനിക്ക് തൊപ്പി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനില്ല, നിങ്ങൾ അവിടെ നിന്ന് കളിച്ചോ. അവരെന്തൊക്കെ ചെയ്ത് കളിക്കണ്ടായിരുന്നു. മറ്റേ അതിൻ്റെ കണ്ട നല്ല രസമില്ലേ കാണാനായിട്ട്. ക്രാബൊക്കെ നല്ല രസമുണ്ട് അതിൽ സെറ്റാക്കിയപ്പോൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് വരാമെന്നുണ്ട്. ഞാൻ അപ്പുറത്ത് മാറിപ്പോയിരുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ എന്തൊക്കെ ചെയ്ത് നല്ല കളിയിലായിരുന്നു. അപ്പോൾ കുറച്ചേരം കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കളിച്ച് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ബീച്ചിൻ്റെ സമയം. അത് കഴിഞ്ഞിട്ട് മെല്ലെ പോവാന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇറങ്ങി. പിന്നെ അവിടെ മറ്റേ ഊഞ്ഞാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ അച്ഛനും മോളും കൂടെ കളിക്കാം. അപ്പം അച്ഛരിക്കച്ഛ ഞാൻ ആട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ഒരു ആട്ടറുണ്ട്. ഞാനവിടെ നിൽക്കണത് എന്നോട് ഇരിക്കാൻ പറഞ്ഞു, ഞാനിരുന്നില്ല. അവിടെ ഓൾറെഡി കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ട അമ്മ ഇരിക്കണമെന്ന് വാശി പിടിച്ചിട്ട് അവൾക്ക് ഇരിക്കാൻ പറ്റാനുള്ള എന്നാലും വാശി കൊണ്ട് ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് നേരെ ഉച്ചക്ക് ഫുഡ് വേണമായിരുന്നു. അപ്പോൾ ഒരു ഊണും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. വീഡിയോ ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.